ഹലോ വെൽക്കം ബാക്ക് ടു ടീച്ചേഴ്സ് വേൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഓക്കെ, നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോർത്ത് സെം ഇംഗ്ലീഷിലെ അപ്രീഷിയേറ്റിംഗ് ഫിക്ഷൻ എന്ന് പറയുന്ന പേപ്പറിലെ ഫസ്റ്റ് മൊഡ്യൂൾ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ഫിക്ഷനാണ്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കണ്ടതിന് ശേഷം നമ്മളുടെ ഈ ഒരു സെക്കൻഡ് പാർട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് വാട്ട് ഇസ് പ്ലോട്ട്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് പ്ലോട്ട് എന്നുള്ളതാണ്. In a literary work, the plot is the sequence of events where each affects the next one through the principle of cause and effect. The casual events of a plot can be thought of as a series of events linked by the connector and so. Plot is the pattern of events in a story. In her book, The Anatomy of the Novel, Marjorie Bolton says, the plot is important to the novel much as the skeleton is important to the human body. It makes the structure of the story hold together. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലിറ്റററി വർക്കിൽ പ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മറ്റൊന്നിനെ സ്വാധീനിക്കുന്ന സംഭവങ്ങളുടെ ഒരു സീക്വൻസ് ആണ് അല്ലെങ്കിൽ ശൃംഖലയാണ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സംഭവങ്ങൾ അതിൻ്റെ കോസ് ആൻഡ് എഫക്റ്റ് എന്ന രീതിയിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആൻഡ് സോ എന്ന ചോദ്യത്തിനുള്ള ഒരു ഉത്തരങ്ങളായിട്ടാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത് എന്നാണ്. ഓക്കെ, അപ്പം ഇതിൽ നമ്മൾ കഥ കേൾക്കുന്ന സമയത്ത് നമ്മൾ ചോദിക്കാറുണ്ടല്ലോ പിന്നെ എന്ത് സംഭവിച്ചു എന്ന്. അങ്ങനെയുള്ള ആ സംഭവങ്ങൾ അരങ്ങേറുന്ന കഥയുടെ ഒരു രീതിയാണ് ആക്ച്വലി പ്ലോട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ദ അനാറ്റമി ഓഫ് ദ നോവലിൽ മാർജറി ബോൾട്ടൺ പറയുന്നുണ്ട് ഒരു ഹ്യൂമൻ ബോഡിക്ക് അതിൻ്റെ സ്കെൽറ്റൻ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണോ അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് പ്ലോട്ട് ഒരു നോവലിന് എന്നുള്ളത്. ആൻഡ് ഇറ്റ് മേക്സ് ദ സ്ട്രക്ചർ ഓഫ് ദ സ്റ്റോറി ഹോൾ ടുഗെദർ. അത് സ്റ്റോറിയുടെ സ്ട്രക്ചറിനെ ഒരുമിച്ച് നിർത്തുന്നു. ആൻഡ് ദെൻ സ്കോളേഴ്സ് ഓഫൺ മേക്ക് എ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ പ്ലോട്ട് ആൻഡ് സ്റ്റോറി. The plot is the selected version of events. Story is the ordered sequence of events. In his well-known book, Aspects of the Novel, E.M. Forster says, a story is a narrative of events arranged in the time sequence. A plot is also a narrative of events, the emphasis falling on causality. Causality is influenced by which one event contributes to the production of another event. Here, the cause is partly responsible for the effect and the effect is partly dependent on the cause. Thus, the king died and then the queen died is a story, but the king died and then the queen died of grief is a plot. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കോളേഴ്സ് പ്ലോട്ടും സ്റ്റോറിയും തമ്മിലുള്ള ആ ഒരു വ്യത്യാസത്തെ എടുത്തു കാണിക്കുന്നുണ്ട്. ഇവിടെ സെലക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആ ഒരു എവൻസിൻ്റെ ഒരു കൂട്ടമാണ് പ്ലോട്ട് എന്ന് പറയുന്നത്. എന്നാൽ സ്റ്റോറി എന്ന് പറയുന്നത് എവൻസിൻ്റെ ആ ഒരു ഓർഡേർഡ് സീക്വൻസ് ആണ് അല്ലെങ്കിൽ ക്രമാത്മകമായിട്ടുള്ള വിവരണമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ E.M. ഫോസ്റ്റർ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വെൽ നോൺ ബുക്കായിട്ടുള്ള ആസ്പെക്ട്സ് ഓഫ് ദ നോവലിൽ പറയുന്നുണ്ട് ടൈം സീക്വൻസ് അല്ലെങ്കിൽ സമയക്രമം അനുസരിച്ച് അറേഞ്ച് ചെയ്തിരിക്കുന്ന സംഭവങ്ങളുടെ ഒരു വിവരണമാണ് സ്റ്റോറി. പ്ലോട്ടിലും സംഭവങ്ങളുടെ വിവരണമുണ്ട്, പക്ഷേ അവയുടെ കാരണങ്ങളിലാണ് ഊന്നൽ കൊടുക്കുന്നത്. ഒരു സംഭവം മറ്റൊരു സംഭവത്തിൻ്റെ കാരണമാകുന്നതാണ് ആക്ച്വലി കോസാലിറ്റി എന്ന് പറയുന്നത്. ഇവിടെ കാരണം കൊണ്ട് ഫലം ഉണ്ടാവുന്നുണ്ട്, ഫലം കൊണ്ട് കാരണം ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ രാജാവ് മരിച്ചു പിന്നെ രാജ്ഞിയും മരിച്ചു എന്നത് ഒരു കഥയും, രാജാവ് മരിച്ചു അത് കഴിഞ്ഞ് അതിൻ്റെ ദുഃഖം കാരണം രാജ്ഞിയും മരിച്ചു എന്നത് ഒരു പ്ലോട്ടും ആണ് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ദെൻ റഷ്യൻ ഫോർമുലിസ്റ്റ് മെയ്ഡ് എ സിമിലർ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ പ്ലോട്ട് ആൻഡ് സ്റ്റോറി. For them, plot was sujet and story was fabula. They said that literary devices like rhythmic patterns, syntax, and imagery convert the story into a plot. The term mythos in Aristotle's Poetics corresponds with plot. For him, plot is the first principle and the soul of tragedy. He said that effective plots should have three relative parts, a beginning, a middle, and an end. He said that a plot must have unity. If any of its parts is removed without affecting the whole, then the work is episodic and not plot-based. Episodic work is inferior to the plot-based work. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യൻ ഫോർമുലിസ്റ്റ് ഇതുപോലെ തന്നെ അതിൻ്റെ പ്ലോട്ടും സ്റ്റോറിയും തമ്മിലുള്ള വ്യത്യസ്തതകൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആ പ്ലോട്ടിനെ അവർ സ്യൂഷറ്റ് എന്നും അതുപോലെ തന്നെ സ്റ്റോറിയെ അവർ ഫാബുല എന്നുമാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അവരുടെ അഭിപ്രായത്തിൽ ഈ ഒരു റിത്മിക് പാറ്റേൺ, സിൻഡെക്സ്, ഇമേജറി ഇതെല്ലാം ലിറ്റററി ഡിവൈസസ് യൂസ് ചെയ്തിട്ട് ആ സ്റ്റോറിയെ അവർ പ്ലോട്ടാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അരിസ്റ്റോട്ടലിൻ്റെ പോയറ്റിക്സ് എന്ന കൃതിയിൽ കാണുന്ന മിത്തോസ് ഒരു കറസ്പോണ്ടൻറ്റ് പ്ലോട്ടായിട്ടും കരുതാമെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഒരു ട്രാജഡിയുടെ ഫസ്റ്റ് പ്രിൻസിപ്പിളും അതിൻ്റെ സോളുമാണ് പ്ലോട്ട് എന്ന് പറയുന്നത്. മാത്രമല്ല അദ്ദേഹം പറയുന്നത്
നല്ല പ്ലോട്ടുകൾക്ക് 3 റിലേറ്റീവ് പാർട്സ് ഉണ്ട് എന്നാണ്. അതാണ് ബിഗിനിങ്, മിഡിൽ ആൻഡ് എൻഡ്. ദെൻ പിന്നീട് അദ്ദേഹം പറയുന്നത് പ്ലോട്ടിന് നല്ല യൂണിറ്റി ഉണ്ടായിരിക്കണം. ഏതെങ്കിലും ഒരു ഭാഗം മാറ്റിയാലും ആ സ്റ്റോറിക്ക് വലിയ കോട്ടമൊന്നും ഇല്ലെങ്കിൽ അതിനർത്ഥം അത് വെറും ഒരു എപ്പിസോഡിക് വർക്ക് മാത്രമാണ്, പ്ലോട്ട് ബേസ്ഡ് അല്ല എന്നാണ്. അപ്പോൾ എപ്പിസോഡിക് പ്ലോട്ട് ബേസ്ഡ് രചനയെക്കാളും ആ ഒരു വർക്കിനേക്കാളും വളരെ താഴ്ന്ന നിലയിലുള്ളതാണ് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. Although plot and character are often treated as separable parts, they are interfused because plot requires character to enact it. The chief character in a plot is the protagonist or hero or heroine. In modern fiction and drama, the hero sometimes shows characteristics not befitting the hero, and then he is called anti-hero. The character who opposes the protagonist is the antagonist. He is usually a villain who tries to frustrate the hero or heroine. If the protagonist of a work is evil, then the antagonist will be a virtuous or sympathetic character as Macduff in Macbeth. A character whose qualities or actions serve to emphasize those of the protagonist is called a foil character. A confidant is a character in whom the protagonist confides his secrets and feelings. If a character or a group of characters make a secret scheme to outwit others, it is an intrigue. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലോട്ടും ക്യാരക്ടറും സെപ്പറബിൾ ആയിട്ടാണ് കാണപ്പെടുന്നതെങ്കിലും അവ കൂടി ചേർന്നാണ് കിടക്കുന്നത് എന്നാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരക്ടർ ഉണ്ടെങ്കിൽ പ്ലോട്ട് അഭിനയിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. പിന്നെ പ്ലോട്ടിലെ ഏറ്റവും ഒരു ചീഫ് ക്യാരക്ടർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് പ്രൊട്ടഗോണിസ്റ്റ് ആണ്. അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഹീറോ അല്ലെങ്കിൽ ഹീറോയിൻ, അവരെയാണ് നമ്മൾ ആ ഒരു പ്രൊട്ടഗോണിസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ മോഡേൺ ഫിക്ഷനിലും ഡ്രാമയിലൊക്കെ പലപ്പോഴും ഒരു ഹീറോയ്ക്ക് പറ്റാത്ത സവിശേഷതകൾ കാണിക്കുന്നത് കാണാം. അങ്ങനെയുള്ള ഹീറോകളെ ആൻറ്റി ഹീറോ എന്നാണ് പറയുന്നത്. ഹീറോയ്ക്ക് എതിരെ പ്രവർത്തിക്കുന്ന ആളെയാണ് ആൻറ്റഗോണിസ്റ്റ് എന്ന് പറയുന്നത്. അതൊരു വില്ലൻ ക്യാരക്ടർ ആയിരിക്കും. അപ്പോൾ ആ ഒരു വില്ലൻ എപ്പോഴും ഹീറോയുടെ പരിശ്രമങ്ങളെ ഇങ്ങനെ തടസ്സപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് ചെയ്യുക. ഒരു കഥയിലെ നായകൻ തന്നെ ചീത്തയാണെങ്കിൽ ആൻറ്റഗോണിസ്റ്റ് നല്ല ഒരാളായിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ മാക്ബത്തിലെ മാക്ഡഫിനെ പോലെ പ്രൊട്ടഗോണിസ്റ്റിൻ്റെ സവിശേഷതകളെയും അതുപോലെ തന്നെ ആക്ഷനുകളെയൊക്കെ ഉയർത്തി കാണിക്കുന്ന ആളെയാണ് നമ്മൾ ഫോയിൽ ക്യാരക്ടർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഹീറോ തൻ്റെ എല്ലാ സീക്രട്സും തുറന്നു പറയുന്ന ആളെയാണ് നമ്മൾ കോൺഫിഡൻറ്റ് എന്ന് പറയുന്നത്. ഒരു ക്യാരക്ടറോ അല്ലെങ്കിൽ ഒരു കൂട്ടം ക്യാരക്ടറോ മറ്റുള്ളവരെ തോൽപ്പിക്കാൻ മെനയുന്ന പ്ലാനിനെയാണ് നമ്മൾ ഇൻട്രീഗ് എന്ന് പറയുന്നത്. A narrative can have one or more plot lines. Single plot novels are now rare. Subplots often broaden our understanding of the main plot. Gustav Freytag is an important German writer and critic. In his book, Technique of the Drama, he explained his concept regarding the structure of the 5-act play. This exposition is known as Freytag pyramid. It has introduction or exposition, rising action, climax, falling action, and catastrophe or denouement or resolution. Exposition gives the background information of the plot and introduces characters and setting. It also contains an inciting incident that reveals the conflict and makes the plot move. The inciting incident also marks the beginning of the rising action. During the rising action, the plot becomes more complicated and intense. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നോവലിന് ഒന്നിൽ കൂടുതൽ പ്ലോട്ട് ലൈൻസ് ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു സിംഗിൾ പ്ലോട്ട് നോവൽ എപ്പോഴും റയറായിട്ടേ ഉണ്ടാവാറുള്ളൂ, അത് വളരെ കുറവാണ്. അപ്പോൾ സബ് പ്ലോട്ട്സ് മെയിൻ പ്ലോട്ടിനെ കൂടുതൽ ബ്രോഡൻ ആക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വിപുലമാക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഗുസ്റ്റാവ് ഫ്രെയ്റ്റാഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ജർമ്മൻ റൈറ്ററും ക്രിട്ടിക്കുമാണ്. അദ്ദേഹത്തിൻ്റെ ബുക്കായിട്ടുള്ള ടെക്നിക് ഓഫ് ദി ഡ്രാമയിൽ അദ്ദേഹം 5-act പ്ലേയുടെ സ്ട്രക്ചറിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഈ ഒരു എക്സ്പോസിഷനെയാണ് ആക്ച്വലി ഫ്രെയ്റ്റാഗ് പിരമിഡ് എന്ന് പറയുന്നത്. അതിൽ ഇൻട്രൊഡക്ഷൻ ഓർ എക്സ്പോസിഷൻ, റൈസിങ് ആക്ഷൻ, ക്ലൈമാക്സ്, ഫാളിംഗ് ആക്ഷൻ, കാറ്റാസ്ട്രോഫി ഓർ ജെന്യൂമെൻറ്റ് ഓർ റെസൊല്യൂഷൻ എന്നിവയാണ് ഉള്ളത്. ഈ ഒരു എക്സ്പോസിഷൻ ആക്ച്വലി പ്ലോട്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇൻഫോർമേഷൻ കൊണ്ടുവരികയും അതുപോലെ തന്നെ ക്യാരക്ടേഴ്സിനെയും സെറ്റിങ്സിനെയും ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതിൽ വളരെ ഒരു ഇൻസൈറ്റിംഗ് ആയിട്ടുള്ള ഇൻസിഡൻ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതാണ് ആക്ച്വലി ഈ ഒരു കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ സംഭവം റൈസിങ് ആക്ഷൻ്റെ ഒരു തുടക്കമായിട്ടാണ് പറയുന്നത്, അതിനൊരു ബിഗിനിങ് ആയിരിക്കും. അതുപോലെ തന്നെ റൈസിങ് ആക്ഷനിലെ പ്ലോട്ട് കൂടുതലായിട്ട് കോംപ്ലിക്കേറ്റഡ് ആവുന്നുണ്ട്. ദെൻ conflict is a struggle within or between characters. Conflict plays a central role in the plot. Climax is the point of greatest tension in a plot and the turning point in the action. The falling action follows the climax, in which the tension decreases
and the story moves to the conclusion. The denouement is the final part of the plot, and where the loose parts are tied up, lingering questions answered, and a sense of resolution is achieved. The shortest and the most well-known denouement is, and they lived happily ever after. The term catastrophe is applied to tragedy only. The last part of the plot is often called the resolution. ഓക്കെ, അപ്പോൾ ഇവിടെ കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ഒരു സ്ട്രഗിളിനെയാണ് കോൺഫ്ലിക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു കോൺഫ്ലിക്റ്റുകൾക്ക് പ്ലോട്ടിൽ വലിയൊരു സ്ഥാനം തന്നെ ഉണ്ടെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല ക്ലൈമാക്സിലാണ് പ്ലോട്ടിലെ ഏറ്റവും വലിയ ടെൻഷൻ ഉണ്ടാവുന്നതും അതുപോലെ തന്നെ ആക്ഷനിൽ മാറ്റം ഉണ്ടാവുന്നതും ഒക്കെ. അപ്പോൾ ക്ലൈമാക്സ് കഴിഞ്ഞ് ഫോളിംഗ് ആക്ഷൻ വരുന്ന സമയത്ത് ടെൻഷൻ അവിടെ കുറയുകയും അതുപോലെ തന്നെ ആ സ്റ്റോറി അതിൻ്റെ അവസാനത്തിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഡെന്യൂമാങ് പ്ലോട്ടിൻ്റെ അവസാന ഭാഗമായിട്ട് വരുന്നതാണ്. അതിൽ ആ ഒരു സ്റ്റോറിയുടെ അല്ലെങ്കിൽ ആ പ്ലോട്ടിൻ്റെ എല്ലാ ഭാഗങ്ങളും വളരെ വൃത്തിയായിട്ട് കൂട്ടിയിണക്കുകയും അതുപോലെ തന്നെ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുകയും ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഏറ്റവും ചെറുതും അതുപോലെ തന്നെ വളരെ ഒരു പ്രശസ്തവുമായിട്ടുള്ള ഡെന്യൂമാങ് ആണ് നമ്മുടെ ആൻഡ് ദേ ലിവ്ഡ് ഹാപ്പിലി എവർ ആഫ്റ്റർ എന്നുള്ളത്. കറ്റാസ്ട്രോഫി എന്ന് പറയുന്നത് ട്രാജഡിയിൽ മാത്രം യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ്. അപ്പോൾ പ്ലോട്ടിൻ്റെ അവസാന ഭാഗത്തെ റെസൊല്യൂഷൻ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആ ഒരു പിരമിഡ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ. From the 1920s, many writers have been dispensing with a recognizable plot. Many of the modern novels have a lot of digressions. Some novels have open ending and some even have multiple endings. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് 1920s മുതൽ പല റൈറ്റേഴ്സും കൃത്യമായിട്ടുള്ള പ്ലോട്ടുകളില്ലാതെയാണ് നോവൽസ് എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പല പുതിയ നോവൽസുകളിലും ധാരാളം ഡിഗ്രഷൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്നാൽ ചില നോവലുകൾക്ക് ഓപ്പൺ എൻഡിങ്സ് ആണ് ഉണ്ടായിരുന്നത്, എന്നാൽ ചിലതിന് മൾട്ടിപ്പിൾ എൻഡിങ്സും ആണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് എന്നതാണ്. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് വാട്ട് ഇസ് ക്യാരക്ടർ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ക്യാരക്ടർ എന്നുള്ളതാണ്. സോ ലെറ്റ് us move on to that part. ഓക്കെ, വില്യം എച്ച് ഗാസ് സേസ്, great character is the most obvious single mark of great literature. Great literature is great because its characters are great. And characters are great when they are memorable. Character is a Greek word which means a mark, a distinctive feature. A character is a figure depicted in a literary text. Most of the characters in fiction are humans, but it need not be always so. The term character also carries the connotation of personality and morality. ഓക്കെ, അപ്പോൾ ഇവിടെ വില്യം എച്ച് ഗാസ് പറയുന്നത് ഒരു നല്ല ലിറ്ററേച്ചറിൻ്റെ ഏറ്റവും നല്ല ഒരു മാർക്കാണ് നല്ല ക്യാരക്ടർ. അതുകൊണ്ട് തന്നെ ലിറ്ററേച്ചർ നന്നാകുന്നത് അതിലെ ക്യാരക്ടേഴ്സ് നല്ലതാകുന്നത് കൊണ്ടാണ് എന്നാണ്. മാത്രമല്ല മെമ്മറിയിൽ ദീർഘകാലം നിലനിൽക്കുന്നവരാണ് നല്ല ക്യാരക്ടർ എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഗ്രീക്കിൽ ക്യാരക്ടർ എന്ന വേർഡിന് മീൻ ചെയ്യുന്നത് ഒരു നല്ല അടയാളം അല്ലെങ്കിൽ ഒരു ഡിസ്റ്റിങ്റ്റീവ് ഫീച്ചർ അല്ലെങ്കിൽ സവിശേഷത എന്നാണ്. ഇപ്പോൾ നോവലിലെ ക്യാരക്ടേഴ്സ് മിക്കവാറും ഹ്യൂമൻസ് ആണ്, എന്നാൽ ചില സമയങ്ങളിൽ ആനിമൽസോ അല്ലെങ്കിൽ ബേർഡ്സോ മറ്റു ക്യാരക്ടേഴ്സ് ആകാറുണ്ട്. ഓക്കെ, മാത്രമല്ല അവിടെ ക്യാരക്ടർ എന്ന ടേം അവിടെ അതിൻ്റെ പേഴ്സണാലിറ്റിയെയും മൊറാലിറ്റിയും ഒക്കെ കാണിക്കുന്നുണ്ട്. ആൻഡ് ദെൻ സ്റ്റാർട്ടിംഗ് വിത്ത് അരിസ്റ്റോട്ടിൽ, മെനി സ്കോളേഴ്സ് ഹാവ് എക്സ്പ്രസ് ദയർ വ്യൂസ് റിഗാർഡിംഗ് ഫിക്ഷണൽ ക്യാരക്ടേഴ്സ്. All characters are divided into two, mimetic and non-mimetic. Mimetic means imitating or representational. Aristotle was the first to speak about a mimetic model. In his Poetics, he explained his ideas about constructing appealing heroes in tragedies and comedies. The heroes of tragedies should emulate men better than the average, and the heroes of comedies should imitate men worse than the average. However, Aristotle placed action above characters. Characters are important as performers of action. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് അരിസ്റ്റോട്ടിൽ മുതൽ പലരും ഈ ഒരു ഫിക്ഷണൽ ക്യാരക്ടേഴ്സിനെ പറ്റി അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ എല്ലാ ക്യാരക്ടേഴ്സിലും രണ്ട് തരത്തിൽപ്പെടുന്നവരാണ് ഉള്ളത്. അതിൽ ഒന്ന് മിമറ്റിക് ആണ്, അതുപോലെ തന്നെ നോൺ മിമറ്റിക് ആണ് രണ്ടാമതായിട്ട് വരുന്നത്. അപ്പോൾ മിമറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമിറ്റേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ റെപ്രസെൻറ്റേഷണൽ, അതായത് പകരം നിൽക്കുന്നതിനെയാണ് മിമറ്റിക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മിമറ്റിക് മോഡലിനെ പറ്റി ആദ്യം പറഞ്ഞത് നമ്മുടെ അരിസ്റ്റോട്ടിലാണ്. അദ്ദേഹത്തിൻ്റെ ബുക്കായിട്ടുള്ള പോയറ്റിക്സിലാണ് അദ്ദേഹം എങ്ങനെയാണ് ട്രാജഡികളിലും അതുപോലെ തന്നെ കോമഡീസിലും ഒക്കെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഹീറോസിനെ സൃഷ്ടിക്കുന്നത് എന്ന് വിവരിക്കുന്നുണ്ട്. അപ്പോൾ ട്രാജഡിയിലെ ഹീറോസ് ആവറേജിൽ നിന്നും ഉയർന്നവരെ ഇമിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് കോമഡിയിൽ അവർ ആവറേജിൽ നിന്നും താഴ്ന്നു നിൽക്കുന്നവരെയാണ് ഇമിറ്റേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അരിസ്റ്റോട്ടലിൻ്റെ അഭിപ്രായത്തിൽ ആക്ഷനാണ് ക്യാരക്ടേഴ്സിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ക്യാരക്ടേഴ്സ്
ആക്ഷൻ അവതരിപ്പിക്കുന്നു എന്ന ആ ഒരു രീതിയിലാണ് കാണേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്. Then, E.M. Foster does not agree with the view of Aristotle, who thought action above character. He calls the fictional entities as Homo fictus. Homo fictus, unlike Homo sapiens, does not need any food and sleep and is determined to be constantly engaged with human relationships. Foster classifies fictional characters as flat and round. A flat or static character lacks depth and can be reduced to a type of caricature capable of producing comic effect. A caricature is a description of a person using exaggeration of some characteristics and oversimplification of others. Flat characters do not develop during the course of the action and they are characterized by a very limited range of speech and action patterns. Their simplicity makes them memorable. ഓക്കെ, അപ്പോൾ ഇവിടെ E.M. ഫോസ്റ്റർ അരിസ്റ്റോട്ടലിൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ വ്യൂവിൽ അല്ലെങ്കിൽ കാഴ്ചപ്പാടിൽ ക്യാരക്ടേഴ്സിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഫിക്ഷണൽ ക്യാരക്ടേഴ്സിനെ ഫോസ്റ്റർ ഹോമോഫിക്റ്റസ് എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അവർക്ക് സാധാരണ മനുഷ്യരെ പോലെ ഫുഡോ അല്ലെങ്കിൽ ഉറക്കമോ ഒന്നും വേണ്ട. അവർ എപ്പോഴും ആ ഒരു ഹ്യൂമൻ റിലേഷൻഷിപ്പുമായിട്ട് എൻഗേജ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ചെയ്യുന്നത്. ഫോസ്റ്റർ ക്യാരക്ടേഴ്സിനെ ഫ്ലാറ്റ്, റൗണ്ട് എന്നിങ്ങനെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. ഫ്ലാറ്റ് ക്യാരക്ടറിനെ സ്റ്റാറ്റിക് ക്യാരക്ടർ എന്നും വിളിക്കാറുണ്ട്. അങ്ങനെയുള്ള ആ ഒരു ക്യാരക്ടേഴ്സിന് ആഴം കുറവായിരിക്കും. എന്നാൽ പലപ്പോഴും അവർ വെറും ഒരു തമാശക്കാരെ പോലെയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഫ്ലാറ്റ് ക്യാരക്ടർ തൻ്റെ ആ ഒരു കഥ പുരോഗമിക്കുന്നതിനനുസരിച്ച് വലുതാകാറില്ല. എന്നാൽ അവരുടെ ആ ഒരു സ്പീച്ചും അതുപോലെ തന്നെ കോഴ്സ് ഓഫ് ആക്ഷൻസ്, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രവർത്തന രീതികളൊക്കെ വളരെ ഒരു ലിമിറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അവരുടെ ആ ഒരു സിംപ്ലിസിറ്റിയാണ് അവരെ ഓർമ്മയിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എ റൗണ്ട് ഓർ ഡൈനാമിക് ക്യാരക്ടർ ഇസ് എ കോംപ്ലെക്സ് മൾട്ടി ഡയമെൻഷണൽ ഫിഗർ. റൗണ്ട് ക്യാരക്ടേഴ്സ് ഹാവ് വിത്തിൻ ദം മെനി കോൺഫ്ലിക്റ്റിംഗ് ട്രേറ്റ്സ് ആൻഡ് ദേ ഡെവലപ്പ് ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് ആക്ഷൻ. മിസസ് മിക്കാബർ ഇൻ ചാൾസ് ഡിക്കൻസ്, ഡേവിഡ് കോപ്പർഫീൽഡ് is a flat character, but Becky Sharp and William Makepeace Thackeray's Vanity Fair is a round character. Of course, this division between flat and round may not be good enough to fit the thousands of characters we come across in fiction. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു റൗണ്ട് ക്യാരക്ടറിനെ ഡൈനാമിക് ക്യാരക്ടർ എന്നും പറയാറുണ്ട്. അങ്ങനെയുള്ള ഒരു ക്യാരക്ടർ പല വ്യത്യസ്ത സവിശേഷതകളുള്ള ഒരാളായിരിക്കും. അത്തരം ക്യാരക്ടേഴ്സിന് പല വിധത്തിലുള്ള ആന്തരിക സംഘടനകളും അതുപോലെ ഫേസ് ചെയ്യേണ്ടി വരാറുണ്ട്. അപ്പോൾ ഈ ഒരു കഥയുടെ ഡെവലപ്മെൻറ്റിനനുസരിച്ച് അവർ വളരെയാണ് ചെയ്യുന്നത്. ചാൾസ് ഡിക്കൻസിൻ്റെ ഡേവിഡ് കോപ്പർഫീൽഡ് എന്ന നോവലിൽ മിസസ് മിക്കാബർ ഒരു ഫ്ലാറ്റ് ക്യാരക്ടറാണ്. പക്ഷേ വില്യം മേക്പീസ് താക്കറയുടെ വാനിറ്റി ഫെയർ എന്നതിൽ ബെക്കി ഷാപ്പ് ഒരു റൗണ്ട് ക്യാരക്ടറായിട്ടാണ് പറയുന്നത്. അപ്പോൾ നോവലിൽ കാണുന്ന ഈ ഒരു തൗസൻഡ്സ് ഓഫ് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ആയിരക്കണക്കിന് കഥാപാത്രങ്ങളെ ഈ രണ്ട് ഗണങ്ങളിൽ മാത്രം ഉൾപ്പെടുത്താനാവില്ല എന്നത് ഒരു വസ്തുതയായിട്ടുള്ള കാര്യമാണ് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. The structuralists did not agree with the notion that the most successful and enduring fictional characters are richly portrayed persons with distinguishable physical and psychological features. They believed that the character is a participant in the action and not a being. Vladimir Prop, the Russian scholar, identifies and lists 7 roles in the folktales: the villain, the donor, the helper, the sought-for person and her father, the dispatcher, the hero and the false hero. A.J. Greimas, a Lithuanian literary scientist who lived mainly in France, identified 6 universal roles: subject, object, center, receiver, helper and opponent. But many feel that this list is inadequate as there are more roles in fiction. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ളതും അതുപോലെ തന്നെ നിലനിൽക്കുന്നതുമായിട്ടുള്ള ക്യാരക്ടർ വളരെ നല്ല ഒരു ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ആയിട്ടുള്ളവരാണെന്ന് ഒരിക്കലും സ്ട്രക്ചറലിസ്റ്റ് വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ അവർ കരുതുന്നില്ല എന്നതാണ്. അവരുടെ അഭിപ്രായത്തിൽ ഒരു കഥാപാത്രം അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ഒരു പ്രത്യേക സൃഷ്ടിയല്ല, ഒരു കഥയിൽ ഭാഗമാകുന്ന ഒരു കഥാപാത്രം അല്ലെങ്കിൽ ഒരു പാർട്ടിസിപ്പൻ്റ് മാത്രമാണ് എന്നാണ്. അപ്പോൾ റഷ്യൻ സ്കോളറായിട്ടുള്ള വ്ളാഡിമിർ പ്രോപ്പ് 7 തരം കഥാപാത്രങ്ങളെയാണ് ഈ ഒരു ഫോക്ക് ടെയിൽസിൽ കണ്ടിട്ടുള്ളത്. വില്ലൻ, അതുപോലെ തന്നെ ഡോണർ, ഹെൽപ്പർ, സോട്ട് ഫോർ പേഴ്സൺ, ഹെർ ഫാദർ, ദ ഡിസ്പാച്ചർ, ദെൻ ഹീറോ ആൻഡ് ഫാൾസ് ഹീറോ. ഇത്രയാണ് അതിൽ വരുന്നത്. പ്രധാനമായിട്ടും നമ്മുടെ ഫ്രാൻസിൽ ജീവിച്ചിട്ടുണ്ടായിരുന്ന ലിത്വാനിയൻ ലിറ്റററി സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള A.J. ഗ്രേമസ് 6 യൂണിവേഴ്സൽ റോളുകളാണ് കാണുന്നത്. അതിൽ വരുന്നതാണ് സബ്ജക്റ്റ്, ഒബ്ജക്റ്റ്, സെൻറ്റർ, റിസീവർ, ഹെൽപ്പർ ആൻഡ് ഒപ്പോണൻറ്റ്. ഇത്രയാണ് അതിൽ വരുന്ന ആ ഒരു 6 യൂണിവേഴ്സൽ റോൾസ് എന്ന് പറയുന്നത്. പക്ഷേ പലരുടെയും അഭിപ്രായം ഈ നോവലുകളിൽ
ഇതിൽ മാത്രമല്ല ഒതുങ്ങാത്ത മറ്റനവധി റോളുകൾ കാണുമെന്നാണ്. According to Jacob Loth, a Norwegian literary scholar and professor of English literature at University of Oslo, says that the drawing of character is based more on the conventions of fiction writing than on real people. In some cases, there can be connections between fictional characters and historical people, but we can't always relate fictional characters to real characters. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് നോർവീജിയക്കാരനായിട്ടുള്ള ജേക്കബ് ലോത്ത്, അദ്ദേഹം ഒരു ലിറ്റററി സ്കോളറും അതുപോലെ തന്നെ ഓസ്ലോ യൂണിവേഴ്സിറ്റിയിലെ ഒരു ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പ്രൊഫസറുമാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു ക്യാരക്ടേഴ്സിനെ സൃഷ്ടിക്കുന്നത് ചില ഫിക്ഷണൽ ക്യാരക്ടേഴ്സിനെ ആശ്രയിച്ചിട്ടാണ്, അല്ലാതെ ഒരു റിയൽ പീപ്പിളിനെ ആധാരമാക്കിയിട്ടല്ല. ചിലപ്പോൾ ഈ ഒരു ഫിക്ഷണൽ ക്യാരക്ടേഴ്സ് ഒരു ഹിസ്റ്റോറിക്കൽ പീപ്പിളുമായിട്ട് ചില കണക്ഷൻസ് കണ്ടെന്നിരിക്കാം. പക്ഷേ ഇങ്ങനെയുള്ള ഫിക്ഷണൽ ക്യാരക്ടേഴ്സിനെ ഒരു റിയൽ ക്യാരക്ടേഴ്സായിട്ട് അല്ലെങ്കിൽ ഈ ജീവിച്ചിരിക്കുന്ന മനുഷ്യരുമായിട്ട് റിലേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല അല്ലെങ്കിൽ പറ്റുകയില്ല എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. Seymour Chapman, an American, is an eminent literary critic. According to him, the question which is more important, character or action, is meaningless. He thinks that characters are paradigms of traits. He thinks a set of relatively stable qualities determines a character in a narrative fiction. Okay? സെയ്മർ ചാപ്മാൻ വളരെ ഒരു സുപ്രസിദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ എമിനൻ്റ് ആയിട്ടുള്ള അമേരിക്കൻ ലിറ്റററി ക്രിറ്റിക്കാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ക്യാരക്ടറാണോ ആക്ഷനാണോ ഒരു നോവലിൽ കൂടുതൽ പ്രാധാന്യമുള്ളത് എന്നുള്ള ചോദ്യം ഒരു മീനിങ്ലെസ് ആയിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം പറയുന്നത് ക്യാരക്ടേഴ്സ് ചില സവിശേഷതകളെല്ലാം കാണിക്കുന്നവരാണ്, എന്നാൽ സ്റ്റേബിൾ ക്വാളിറ്റീസ് അല്ലെങ്കിൽ സ്ഥിരതയുള്ള ചില സവിശേഷതകളുള്ളവരാണ് ഒരു നോവലിലെ ക്യാരക്ടർ എന്നാണ്. Thus we see there are so many different views about character. Mimetic theories liken characters to real people, where non-mimetic theories see them as linguistic constructs confined to textual realm. Slomith Riemann Canaan, an emeritus professor of English and comparative literature at the Hebrew University of Jerusalem, attempts to reconcile the opposite views. In her book Narrative Fiction, Contemporary Poetics, she likes to see characters as both persons and also as parts of a textual design. She says, although characters are not living human beings in the literal sense of the word, they are modeled on the reader's conception of people and in this sense they are person-like. She further says that character and action are interdependent and it is impossible to say which is superior. Like Zvetan Todorov, a Bulgarian French literary critic, she also feels that in psychological narratives, character is important, whereas in the non-psychological narratives, action has the bigger stand. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നെല്ലാം കാണാൻ പറ്റുന്നത് ക്യാരക്ടറിനെ പറ്റി നിരൂപകർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ഉള്ളത് എന്നുള്ളതാണ്. ഇതിലെ ആ ഒരു മിമറ്റിക് തിയറീസിൽ ക്യാരക്ടേഴ്സിന് ശരിയായിട്ടുള്ള മനുഷ്യരുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അത്തരത്തിലല്ലാത്ത ചില തിയറീസ് ആ ഒരു ക്യാരക്ടേഴ്സിൻ്റെ ഭാഷ നിർമ്മിക്കുന്ന അതുപോലെ തന്നെ നോവലിൽ മാത്രം ഒതുങ്ങുന്ന ആൾക്കാരായിട്ടാണ് കാണുന്നത്. സ്ലോമിത്ത് റിമൻ കനോൺ, അദ്ദേഹം ജെറുസലേമിലെ ഒരു ഹീബ്രു യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്. അവർ എഴുതിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻറ്റ് വർക്കാണ് നറേറ്റീവ് ഫിക്ഷൻ കണ്ടംപററി പോയറ്റിക്സ്. അതിലവർ പറയുന്നത് ക്യാരക്ടേഴ്സ് ശരിക്കും മനുഷ്യരാണെന്നും അതേസമയം തന്നെ അവർ ആ ഒരു രചനയുടെ ഭാഗമാണെന്നുമാണ്. അപ്പോൾ അവർ ഇപ്രകാരം കൂടെ പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരക്ടർ ഒരു വാച്യാർത്ഥത്തിൽ ജീവിക്കുന്ന മനുഷ്യരല്ലെങ്കിലും അവർ സൃഷ്ടിക്കുന്നത് വായനക്കാരുടെ അല്ലെങ്കിൽ റീഡേഴ്സിൻ്റെ മനസ്സിലുള്ള മനുഷ്യരെ പോലെയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ക്യാരക്ടേഴ്സും ശരിക്കുള്ള മനുഷ്യരെ പോലെ തന്നെയാണ് എന്നാണ് അവരുടെ അഭിപ്രായത്തിൽ. ഈ ഒരു ക്യാരക്ടേഴ്സും ആക്ഷനും ഒരു ഇൻ്റർഡിപ്പെൻഡൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ഏതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത് അല്ലെങ്കിൽ പ്രാധാന്യം ഉള്ളത് എന്ന് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ബൾഗേറിയൻ ഫ്രഞ്ച് ലിറ്റററി ക്രിട്ടിക് ആയിട്ടുള്ള സ്വെറ്റൻ ടൊഡറോവ് പറയുന്നത് പോലെ തന്നെ സ്ലോമിത്തും പറയുന്നത് ഈ ഒരു സൈക്കോളജിക്കൽ നോവൽസിൽ ക്യാരക്ടേഴ്സിനാണ് ഇമ്പോർട്ടൻസ് എങ്കിലും അത്തരത്തിലല്ലാത്ത നോവൽസിൽ ആക്ഷനാണ് ഇമ്പോർട്ടൻസ് എന്നാണ്. In a literary narrative, author creates a fictional entity through characterization. Characterization means techniques by which an author represents the various traits of his characters. Characters are introduced, shaped and developed through characterization. Characterization can be narratorial characterization or figural characterization. In narratorial characterization, the author is the characterizing subject. In figural characterization, the character is the characterizing subject. Based on the ways of attribution of the personality traits, characterization can be explicit or implicit.
Both narratorial and figural characterization can be explicit or implicit. Then there is self-characterization or auto-characterization. In self-characterization, characterizing subjects characterizes himself. Otherwise, it is altero-characterization. Explicit characterization can be either auto-characterization or altero-characterization. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് ലിറ്റററി നെറേറ്റീവിൽ ഓതർ വർണ്ണനയിൽ കൂടെ ഭാവന സൃഷ്ടികളെ രൂപപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതിൽ ചില ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് ഒരു റൈറ്റർ അല്ലെങ്കിൽ ഓതർ ആ ഒരു ക്യാരക്ടേഴ്സിനെ വിവിധ സവിശേഷതകൾ വരച്ച് കാണിക്കുന്ന ആ ഒരു പ്രക്രിയയാണ് നമ്മൾ ക്യാരക്ടറൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രക്രിയയിൽ കൂടെ കഥാപാത്രങ്ങളെ അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിനെ കൊണ്ടുവരുന്നതും രൂപപ്പെടുത്തുന്നതും വളർത്തുന്നതും ഒക്കെ ഈ ഒരു പ്രക്രിയയിൽ കൂടിയാണ്. അപ്പോൾ ക്യാരക്ടറൈസേഷൻ രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് നെററ്റോറിയൽ ക്യാരക്ടറൈസേഷൻ, അതുപോലെ തന്നെ മറ്റേത് ഫിഗറൽ ക്യാരക്ടറൈസേഷൻ. ഇതിൽ നെററ്റോറിയൽ ക്യാരക്ടറൈസേഷനിൽ നെറേറ്റർ തന്നെയാണ് ക്യാരക്ടറൈസിങ് സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. അതായത് കഥ പറയുന്ന ആൾ തന്നെയാണ് കഥാപാത്രത്തെ നിർവചിക്കുന്നത്. എന്നാൽ ഫിഗറൽ ക്യാരക്ടറൈസേഷനിലാണെങ്കിൽ ക്യാരക്ടർ തന്നെയാണ് ക്യാരക്ടറൈസിങ് സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. അതായത് നമ്മുടെ കഥാപാത്രം തന്നെയാണ് അദ്ദേഹം തന്നെ ചിത്രീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വ്യക്തിപരമായിട്ടുള്ള സവിശേഷതകൾക്കനുസൃതമായിട്ട് ക്യാരക്ടറൈസേഷൻ രണ്ട് തരമാണുള്ളത്. ഒന്ന് എക്സ്പ്ലിസിറ്റ്, അതായത് ഡയറക്റ്റ്, അല്ലെങ്കിൽ ഇംപ്ലിസിറ്റ്, ഇൻഡയറക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ രണ്ട് വിധത്തിലുള്ള ക്യാരക്ടറൈസേഷനിലും ഇവ രണ്ടും യൂസ് ചെയ്യുന്നുണ്ട്. ഇതിലും പുറമെ സെൽഫ് അല്ലെങ്കിൽ ഓട്ടോ ക്യാരക്ടറൈസേഷനും അൾട്ടാരോ ക്യാരക്ടറൈസേഷനും ഉണ്ട്. ഇതിൽ ആദ്യത്തേതിൽ ക്യാരക്ടർ തന്നെ ചിത്രീകരിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ രണ്ടാമത്തേതിൽ മറ്റുള്ളവരാണ് ഇതിൽ കഥാപാത്രത്തെ ചിത്രീകരിക്കുന്നത്. Explicit characterization is a kind of direct definition of the character by means of an adjective, abstract noun or a commentary. Such a definition produces maximum impact. A special variant of different definition is the assigning of names to the characters indicating their traits. Names like Sarah Woodruff, Charles Smithson and Ernestina Freeman give some indication of their traits. Some modern writers use names that function as allusions, often biblical or mythological, like Job or Daedalus. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു എക്സ്പ്ലിസിറ്റ് ക്യാരക്ടറൈസേഷനിൽ ഒരു അഡ്ജക്റ്റീവോ അബ്സ്ട്രാക്ട് നൗണോ കമൻട്രിയോ കൊടുത്തുകൊണ്ട് ആ ഒരു ക്യാരക്ടറെ ഡിഫൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിർവചിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ആ ഒരു ഡെഫിനിഷൻ ഏറ്റവും നല്ല ഫലം ഉളവാക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ആ ഒരു ഡെഫിനിഷനിൽ ഒരു പ്രത്യേക രീതിയുമുണ്ട്. അപ്പോൾ ആ രീതികളിൽ അല്ലെങ്കിൽ ആ രീതിയിൽ സവിശേഷതകൾ സ്വയം വെളിപ്പെടുത്തുന്ന പേരുകളായിരിക്കും ക്യാരക്ടേഴ്സിന് നൽകുക. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സാറ വുഡ്രഫ്, അതുപോലെ തന്നെ ചാൾസ് സ്മിത്സൺ, ഏർണസ്റ്റീന ഫ്രീമാൻ, ഇങ്ങനെയുള്ള പേരുകളിൽ നിന്നും അവരുടെ ആ ഒരു സ്വഭാവ സവിശേഷതകൾ ഏതാണ്ടൊക്കെ ഊഹിക്കാവുന്നതാണ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു മോഡേൺ റൈറ്റേഴ്സിന് അവർ പരോക്ഷ സൂചക നൽകുന്നതിന് വേണ്ടിയിട്ട് ഒരു ബിബ്ലിക്കൽ പേരുകളിലോ അല്ലെങ്കിൽ മിത്തോളജിക്കൽ പേരുകളിലോ യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ജോബ്, ഡെഡലസ്, ഇങ്ങനെയൊക്കെയുള്ളതാണ്. ആൻഡ് ദെൻ ഇൻഡയറക്റ്റ് പ്രസൻറ്റേഷൻ ഓഫ് എ ക്യാരക്ടർ ക്യാൻ ബി ത്രൂ ആക്ഷൻ, സ്പീച്ച്, എക്സ്റ്റേണൽ അപ്പിയറൻസ് ഓർ മിലിയ. ആക്ഷൻ, സിംഗിൾ ഓർ repetitive, reveals character. Speech is another way of implicit characterization. The dialogues or speeches of a person reveal his character. One's language indicates his social class, profession, etc. External appearance is indicative of character. Surroundings can also reveal a character. In direct characterization, the author tells the reader about the character. In indirect characterization, the author shows the character through his action and speech, appearance and milieu. ഓക്കെ, അപ്പോൾ ഇവിടെ ആ ഒരു ക്യാരക്ടേഴ്സിനെ ആക്ഷൻ, സ്പീച്ച്, അതുപോലെ തന്നെ എക്സ്റ്റേണൽ അപ്പിയറൻസിലൂടെയൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്നാണ്. അപ്പോൾ ഒരാളുടെ ആക്ഷൻ അയാളുടെ ആ ഒരു ക്യാരക്ടറിനെ കാണിക്കുന്നുണ്ട്, അയാളുടെ ആ ഒരു സ്പീച്ച് അയാളുടെ ക്യാരക്ടറിനെ കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ അയാളുടെ ആ ഒരു ലാംഗ്വേജ് അയാളുടെ സോഷ്യൽ ക്ലാസ്സും അതുപോലെ തന്നെ അയാളുടെ പ്രൊഫഷനും ഒക്കെ അയാളുടെ ആ ഒരു ക്യാരക്ടർ അവിടെ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരാളുടെ എന്താ പറയുക, എക്സ്റ്റേണൽ അപ്പിയറൻസ് എന്ന് പറയുന്നത് അയാളുടെ ആ ഒരു ക്യാരക്ടറിനെ കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ആ ഒരു സറൗണ്ടിങ്സ് അയാളുടെ ക്യാരക്ടർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡയറക്റ്റ് ക്യാരക്ടറൈസേഷനിൽ ആ ഒരു ഓതർ റീഡേഴ്സിനോട് നേരിട്ട് ആ ഒരു ക്യാരക്ടറിനെ പറ്റി പറയുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇൻഡയറക്റ്റ് ക്യാരക്ടറൈസേഷനിൽ അയാളുടെ സ്പീച്ചും ആക്ഷൻസും അപ്പിയറൻസിലൂടെയൊക്കെയാണ് ആ ഒരു കഥാപാത്രത്തിൻ്റെ ക്യാരക്ടർ ഓതർ വെളിപ്പെടുത്തുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്യാരക്ടേഴ്സ് എന്ന് പറയുന്ന പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കണ്ടിന്യൂസ് പാർട്ട് നമ്മൾ അടുത്ത വീഡിയോസിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇത് എത്രയും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം.
അപ്പോൾ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. പിന്നെ എനിക്ക് അതിന് മുൻപ് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് പേര് ഇതിലുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എത്രയും പെട്ടെന്ന് തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.